കൃത്യമായിട്ട് പറഞ്ഞാൽ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾ കോൺഗ്രസിനോടും UDFിനോടും അകലം പാലിക്കും എന്നുള്ളത്. ലീഗിന് കപ്പം കൊടുത്ത് ജീവിക്കുന്നവരാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നുള്ളത് സത്യമാണ്. പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ ഇയാൾ ഇരിക്കുന്ന കസേരയ്ക്ക് ഉറപ്പുണ്ടാവും എന്നുള്ളത് അവർ വിചാരിക്കും. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് തന്നെ ഭൂരിപക്ഷ സമുദായത്തിന് രക്ഷയില്ല എന്നൊരു തിയറി വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ചേർന്ന് അവതരിപ്പിച്ചു. പിന്നോക്ക സമുദായങ്ങൾക്കുള്ള സമ്മർദ്ദത്തിൽ യാതൊരു കുറവും വരുന്നില്ല, പക്ഷേ മുന്നോക്ക സമുദായക്കാർക്ക് കൊടുക്കാനും പാടില്ല എന്ന നിലപാട് ലീഗ് കൈക്കൊണ്ടു എന്നാണ് ദീപിക പത്രം പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം, കത്തോലിക്കനായിരിക്കണം എന്ന് ഉറപ്പുണ്ടായി, നിർബന്ധമുണ്ടായി. അതുകൊണ്ടാണ് ബെന്നി ബഹനാന് കിട്ടാതെ പോയത്. ക്രിസ്ത്യാനിയാണ്, പക്ഷേ കത്തോലിക്കനല്ല, യാക്കോബായക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഒരാളാണ്. അദ്ദേഹം കത്തോലിക്കനാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. ചിലരെങ്കിലും വിചാരിക്കുന്ന ഇദ്ദേഹം കത്തോലിക്കനായി അഭിനയിക്കുന്ന കഴുത്തിൽ ബന്ധിക്ക ഇട്ട ഒരു പെന്തിക്കോസുകാരനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഷാഫി പറമ്പിലിയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാൾ. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി ലിയോ 14 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. അതേ ദിവസം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കെ സുധാകരൻ്റെ പിൻഗാമിയായി അത്യുത്തമ സുറിയാനി കത്തോലിക്കനും വെന്തിങ്ങയിട്ട ആളുമായ സണ്ണി ജോസഫിനെ KPCC പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. ഇത് തമ്മിലുള്ള സാദൃശ്യം ഇവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികൾ പൊതുവിലും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും അകന്നു പോകുന്നു എന്ന ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഇടയിലുണ്ട്. അത് വെറും തെറ്റിദ്ധാരണയല്ല, സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നോക്കിയാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾ കോൺഗ്രസിനോടും UDFിനോടും അകലം പാലിക്കുന്നു എന്നുള്ളതാണ്. അവരിപ്പോഴും ഗണ്യമായൊരു ഭാഗം വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണ്, അല്ലെങ്കിൽ UDFിനാണ്. പക്ഷേ അവർക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു താല്പര്യം, ഒരു മമത, പ്രതിപത്തി ഇപ്പോൾ കോൺഗ്രസിനോടില്ല, UDFിനോടില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത് UDF നേതൃത്വത്തിൽ കോൺഗ്രസ്സാണ് ഉള്ളതെങ്കിലും അവിടെ കൈകാര്യകർത്താവ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിന് കപ്പം കൊടുത്ത് ജീവിക്കുന്നവരാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നുള്ളതൊരു സത്യമാണ്. പുതിയ KPCC പ്രസിഡൻറ്റ് തിരഞ്ഞെടുത്താൽ, അല്ലെങ്കിൽ പുതിയ CLP ലീഡറെ തിരഞ്ഞെടുത്താൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു തസ്തികയിൽ ഒരാളെ നിയമിച്ചാൽ ആദ്യം പോകുന്നത് പാണക്കാട്ടേക്കാണ്. പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ ഇയാൾ ഇരിക്കുന്ന കസേരയ്ക്ക് ഉറപ്പുണ്ടാവുള്ളൂ എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോയിരിക്കുന്നു. ഇത് ഒരു പരിധിവരെയൊക്കെ ആളുകൾ സഹിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വല്ലാതെ മടുത്തു, ബോറടിച്ചു. അത് നായർ ഇടവ് വിഭാഗങ്ങളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് തന്നെ ഭൂരിപക്ഷ സമുദായത്തിന് രക്ഷയില്ല എന്നൊരു തിയറി വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ചേർന്ന് അവതരിപ്പിച്ചു. അവരവതരിപ്പിച്ചു എന്നുള്ളതല്ല, സമുദായ അംഗങ്ങൾക്കിടയിൽ പൊതുവെ അതിനൊരു സ്വീകാര്യത കിട്ടി എന്നുള്ളതാണ് സത്യം. അടുത്ത ഘട്ടത്തിൽ ക്രൈസ്തവരുടെ ഇടയിലും ഇതേ വികാരം പ്രതിഫലിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ പല കാരണങ്ങളുള്ളത്. ഒന്ന് 80-20 അനുപാതത്തിലുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണം, അല്ലെങ്കിൽ ഹാഗിയ സോഫിയ പള്ളി വീണ്ടും മുസ്ലിം ദേവാലയമാക്കിയത്, അതിനെ ന്യായീകരിച്ചുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചന്ദ്രികയിൽ ലേഖനം എഴുതിയത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ചർച്ചാ വിഷയമായി. പിന്നെ സവർണ സംവരണത്തെക്കുറിച്ചുള്ള പരാതി വന്നു. സവർണ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10% പേർക്ക് സംവരണം നൽകാനുള്ളൊരു ഒരു നയം വന്നപ്പോൾ അതിനെ മുസ്ലിം ലീഗ് എതിർത്തു. അപ്പോൾ ദീപിക പറഞ്ഞു, ഇത് മുസ്ലിം ലീഗിൻ്റെ കൈകേയി സിൻഡ്രോമാണ്. കൈകേയി പറഞ്ഞത് ഭരതൻ രാജാവായാൽ മാത്രം പോരാ, ശ്രീരാമൻ കാട്ടിൽ പോവുകയും ചെയ്യണം എന്നാണ്. അതുപോലെ പിന്നോക്ക സമുദായങ്ങൾക്കുള്ള സംവരണത്തിൽ യാതൊരു കുറവും വരുന്നില്ല, പക്ഷേ മുന്നോക്ക സമുദായക്കാർക്ക് കൊടുക്കാനും പാടില്ല എന്ന നിലപാട് ലീഗ് കൈക്കൊണ്ടു എന്നാണ് ദീപിക പത്രം പറഞ്ഞത്. പത്രത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, പത്രാധിപരുടെ അഭിപ്രായമല്ല, സഭയുടെ അഭിപ്രായമാണ് എന്നുള്ളതുകൊണ്ടാണ് അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചിന്താഗതി ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി. ജോസ് കെ മാണി പാർട്ടി UDF വിട്ട് LDFിലേക്ക് പോയിട്ടെന്ത് കിട്ടിയെന്നുള്ള വേറെ കാര്യം. എന്നാൽ പോലും പോയി എന്നുള്ളൊരു സത്യം. പോയത് തന്നിഷ്ടപ്രകാരം പോയതല്ല. ആത്മപ്രചോദിതനായിട്ട് അത്ര വലിയൊരു തീരുമാനം എടുക്കാൻ കഴിവോ പ്രാപ്തിയോ ഉള്ള ആളല്ല ജോസ് കെ മാണി, നമുക്കറിയാം. അപ്പോൾ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ബിഷപ്പുമാരുടെയൊക്കെ ആശീർവാദത്തോട്ടാണ് ജോസ് കെ മാണി LDFിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു.
LDFിൽ നിന്ന് നീതി കിട്ടുന്നില്ല, UDFിലാണെങ്കിൽ ഇവർ തീരെയും അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ചിന്താഗതി ശക്തിപ്പെട്ടു. ക്രിസ്ത്യാനികൾക്കിടയിൽ, പ്രത്യേകിച്ച് കത്തോലിക്കരിൽ ചെറുതല്ലാത്തൊരു വിഭാഗങ്ങളിൽ BJPയോട് താല്പര്യം കാണിക്കാൻ തുടങ്ങി എന്നുള്ളത് സത്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനം ഇവരെല്ലാവരും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ BJPക്കാരാവുന്നുള്ളതല്ല, പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ്. അപ്പോഴാണ് കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടിയെക്കുറിച്ച് പരിഗണിക്കുന്നത്. പാർട്ടിയുടെ ലീഡർഷിപ്പിൽ ഒരു ക്രിസ്ത്യാനി ഇല്ലാണ്ടായിട്ട് വളരെ കാലമായി. സംഘടനാ തലത്തിലും ഇല്ല, ഭരണതലത്തിലും ഇല്ല. അപ്പോൾ CLP ലീഡറായിട്ട് നേരത്തെ ചെന്നിത്തലയായിരുന്നു, ഇപ്പോൾ സതീശനാണ്. ആ സ്ഥാനത്ത് ഇനിയിപ്പോൾ ഒരു മാറ്റം ഉടനെ വരുത്താൻ പറ്റുകയില്ല. പിന്നെ ഇനി വരാൻ പോകുന്ന ആളും ഏതാണ്ട് ഈ വിഭാഗത്തിലൊക്കെ തന്നെയുള്ള ആളായിരിക്കും. മറിച്ച് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ KPCCയിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾ വരികയാണെങ്കിൽ നന്നായിരിക്കും എന്നൊരു ചിന്തയുണ്ടായി. പിന്നെ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആൾ വലിയ പുലിയാണ്, എങ്കിൽ പോലും പ്രായാധിക്യം കൊണ്ടും അനാരോഗ്യം കൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിനും വയ്യാതായി എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയൊരു പ്രസിഡൻറ്റിനെ ആലോചിച്ചത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം, കത്തോലിക്കനായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബെന്നി ബെഹനാന് കിട്ടാതെ പോയത്. ക്രിസ്ത്യാനിയാണ്, പക്ഷേ കത്തോലിക്കനല്ല, യാക്കോബായക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. പിന്നെ പരിഗണിക്കപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ ആൻറ്റോ ആൻ്റണിയാണ്. ആൻറ്റോ ആൻ്റണി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഒരാളാണ്. അദ്ദേഹം കത്തോലിക്കനാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. ചിലരെങ്കിലും വിചാരിക്കുന്ന ഇദ്ദേഹം കത്തോലിക്കനായി അഭിനയിക്കുന്ന, കഴുത്തിൽ ബന്ധിങ്ങ ഇട്ട ഒരു പെന്തിക്കോസ്തുകാരനാണ് എന്നാണ്. അതെന്തോ ആട്ടെ, ആൻറ്റോ ആൻ്റണിയുടെ പേര് വന്നപ്പോഴേക്കും വലിയ എതിർപ്പുണ്ടായി പല കോണുകളിൽ നിന്നും. ഇയാൾ KPCC പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ഇന്ദിരാഭവൻ ജപ്തിയായി പോകും എന്ന രീതിയിലൊക്കെ വിമർശനം ഉണ്ടായി. ഏതായാലും ഒടുവിൽ ആൻറ്റോ ആൻ്റണിയുമായില്ല നമ്മുടെ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ വക്കീൽ. അദ്ദേഹം MLA ആണ്, ഒരു യോഗ്യനാണ്, മനുഷ്യരോട് പെരുമാറാൻ അറിയുന്ന ആളാണ്. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് എന്തുമാത്രം സംഘടനാ ശക്തിയുണ്ട്, എന്തുമാത്രം വൈഭവമുണ്ട് എന്നൊന്നും പറയാനായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു മോശം പ്രസിഡൻ്റായിക്കൊള്ളുന്നില്ല. KPCCയുടെ പല പ്രസിഡന്റുമാരും ആ സ്ഥാനത്ത് വന്നതിന് ശേഷം കഴിവ് തെളിയിച്ചവരാണ്. CV പത്മരാജൻ നല്ല ഉദാഹരണമാണ്. അത് പത്മരാജൻ വക്കീൽ ഈ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചിട്ടാണ് KPCC പ്രസിഡൻ്റാവും പോയത്. പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് പുള്ളിയുടെ ശരിക്കുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ പരമസാത്വികരായ തെന്നല ബാലകൃഷ്ണപിള്ള സാറിനെ പോലുള്ള ആളുകളൊക്കെ ഈ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഏത് നിലയ്ക്ക് സണ്ണി ജോസഫ് ഒരു മോശം പ്രസിഡൻ്റായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ കൂടെ വന്നിട്ടുള്ള ആളുകളും പൊതുവേ കൊള്ളാവുന്നവർ തന്നെയാണ്. അടൂർ പ്രകാശാണ് കൺവീനർ. പിന്നെ സാമുദായിക സന്തുലനം പാലിച്ചുകൊണ്ട് വിഷ്ണുനാഥുണ്ട്, നമ്മുടെ അനിൽകുമാറുണ്ട്, അതുപോലെ തന്നെ ഷാഫി പറമ്പിലുണ്ട്. ഷാഫി പറമ്പിലാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ KPCC പ്രസിഡൻറ്റിൻ്റെ വർക്ക് നന്നായിട്ട് കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ടീം ഒരു മികച്ച ടീമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അധികം ദിവസമില്ല. അപ്പോൾ അതിനുവേണ്ട ഗൃഹപാഠം ചെയ്യണം. ഇത് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും UDFന് അത് മുതൽക്കൂട്ടായിരിക്കും. അല്ലെങ്കിൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കും.